ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയും ഇന്നും ബിഗ് ബോസ് കൊടുത്ത 2 ടാസ്കുകളുണ്ട്. ഒന്നാണെങ്കിൽ ഒരു പിരമിഡ് സൃഷ്ടിക്കുക എന്നതായിരുന്നു. ബോളുകൾ പറക്കി വെച്ച് ഒരു പിരമിഡ് പോലെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഒരു ടാസ്ക്. ഇന്ന് കൊടുത്തത് കേരളത്തിൻ്റെ ഭൂപടം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. അത് 2 ടാസ്കും അതിമനോഹരമായിട്ട് കളിച്ച ടീമാണ് ടണലിലെ അംഗങ്ങളായ ജിൻഡോയും റസ്മിനും നിഷാനയും അതിമനോഹരമായിട്ട് കളിച്ചു. പിരമിഡ് ഉണ്ടാക്കുന്ന സമയത്ത് നിഷാന കപ്പുകൾ അടുക്കി വെക്കുകയും ഒരു വൺമതിൽ പോലെ ജിൻഡോ വരുന്ന പന്തുകളെയൊക്കെ തടഞ്ഞു നിർത്തുകയും മറ്റു ടീം അംഗങ്ങളുടെ പിരമിഡുകളെ എറിഞ്ഞു തകർക്കുന്ന റസ്മിനെയുമാണ് നമുക്കവിടെ കണ്ടത്. എന്നിട്ട് റസ്മിൻ്റെ കയ്യിലെ പന്ത് തീർന്നപ്പോൾ റസ്മിനും വന്ന് ഈ പിരമിഡിനെ ആരും തകർക്കാതിരിക്കാൻ ഒരു മതിലായിട്ട് അവിടെ നിന്നു. കുറേ പന്തുകൾ ജിൻഡോയുടെ ദേഹത്ത് കൊണ്ട് മറ്റ് 3 ടീമിലുള്ളവരും തുടരെ പന്തുകൾ എറിഞ്ഞപ്പോഴും അതിനെയെല്ലാം തട്ടി കളഞ്ഞുകൊണ്ട് ഒരു ആത്മാർത്ഥതയോടെ കളിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നും അതേപോലെയായിരുന്നു. ഇന്നും ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക്കാണ് കേരളത്തിൻ്റെ ഭൂപടം സൃഷ്ടിക്കുക എന്നുള്ളത്. ഓരോ പസിൽസ് ഉണ്ടാകും. ആ പസിലെല്ലാം ഓരോ ജില്ലകളുടെ പ്രത്യേകതകളും ഉണ്ടാകും. ആ പ്രത്യേകതകൾ അനുസരിച്ച് കൃത്യമായി അത് അടുക്കി വെക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. എന്നാൽ എല്ലാവരും വിചാരിച്ചു ഇവർ 3 പേരേ ഉള്ളൂ, ബുദ്ധിപരമായിട്ട് ഇവർക്ക് വലിയ കഴിവൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവിടെയും അതിമനോഹരമായി മല്ലയ്യയും ടീമും ജയിച്ചു എന്ന് പറയാം. ചെല്ലുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. നല്ല ടീം സ്പിരിറ്റോടെ കളിച്ച ഒരു കളി എന്ന് പറയാം. ആ ഒരു ടാസ്കിനെ ആ ഗൗരവത്തോട് കണ്ട് കളിക്കുന്ന ഒരു ടീമും അതിമനോഹരമായിട്ട് കളിച്ചു. അതിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് അവരുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തുവായാലും അവർ ഇനി പവർ ടീമിനോട് മത്സരിക്കാൻ പോവുകയാണ്. ആ പവർ ടീമിനോട് മത്സരിക്കുമ്പോൾ അവർ വിജയിക്കണമെന്നാണ് മറ്റു മത്സരാർത്ഥികളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. എന്തുവായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേഷനെല്ലാം ഈ ചാനലുണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.